തലസ്ഥാനത്ത് 3 സേനകളെയും ഏകോപിപ്പിച്ച് മാരിടൈം തിയേറ്റർ കമാൻഡ് വരുന്നതായി റിപ്പോർട്ടുകൾ. ദക്ഷിണ മേഖലയിലും പഴുതടച്ച സുരക്ഷ ഒരുക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. പാക് പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ കടൽ മാർഗമുള്ള ഭീഷണികൾ നേരിടുക, ശത്രുവിനെ ഞൊടിയിടയിൽ തുരത്തുക, അതിശക്തമായി തിരിച്ചടിക്കുക, ഈ 3 കാര്യങ്ങളും ലക്ഷ്യമിട്ടാണ് രാജ്യത്തെ 3 സേനകളെയും ഏകോപിപ്പിച്ച് മാരിടൈം തിയേറ്റർ കമാൻഡിന് തിരുവനന്തപുരത്തെ പരിഗണിക്കുന്നതായി അറിയുന്നത്. നാവികസേനയ്ക്കായിരിക്കും നേതൃത്വം. ദക്ഷിണ മേഖലയിലും പഴുതടച്ച സുരക്ഷ കൊണ്ടുവരണം. ഔദ്യോഗിക പ്രഖ്യാപനം നടത്തേണ്ടത് പ്രതിരോധ മന്ത്രാലയമാണ്. തലസ്ഥാനത്ത് വിഴിഞ്ഞം തുറമുഖമുണ്ട്, VSSC ഉണ്ട്, ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ അതിർത്തി മേഖലയാണ്. രാജ്യാന്തര കപ്പൽച്ചാലിന് 10 നോട്ടിക്കൽ മൈൽ അടുത്ത്. ഇതൊക്കെ പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. പാകിസ്ഥാനെതിരെ 3 സേനകളും ചേർന്നുള്ള തിരിച്ചടി ഫലപ്രദമായിരുന്നു. അതുപോലെയുള്ള ഒരു ദൗത്യമാകും തിയേറ്റർ കമാൻഡും നടത്തുക. 3 സേനകളും ഒരു കമാൻഡിന് കീഴിലായാൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും. 3 സേനകളുടെയും യുദ്ധസന്നാഹങ്ങൾ അടക്കമുണ്ടാവും. പാർലമെന്റിന്റെ പ്രതിരോധകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും സംയുക്ത സൈനിക മേധാവിയും സംരക്ഷണ സേനാ മേധാവിയും അടുത്തിടെ തലസ്ഥാനം സന്ദർശിച്ചിരുന്നു. കേരളത്തിന്റെ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയിൽ ജാഗ്രത വേണമെന്നും വ്യോമസേനയും നാവികസേനയും തമ്മിലുള്ള ഒരു ഒത്തുപോകൽ അത് ഉറപ്പാക്കണമെന്നും സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പറഞ്ഞിരുന്നു. പാകിസ്ഥാന്റെ ഭീഷണി നേരിടാൻ രാജസ്ഥാനിലെ ജയ്പൂരിലാവും എയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള തിയേറ്റർ കമാൻഡ് വരിക. ചൈനയുടെ ഭീഷണി നേരിടാൻ കരസേനയുടെ നേതൃത്വത്തിലുള്ള കമാൻഡ് ഉത്തർപ്രദേശിലെ ലക്നൌവിലായിരിക്കും എന്നാണ് സൂചന. 3 സേനകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്കായിരിക്കും കമാൻഡുകളുടെ മേൽനോട്ടം. യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ ഇതൊക്കെ സജ്ജീകരിക്കും. ഇനി ഇതിന്റെ ഗുണങ്ങൾ പറയാം. 3 സേനകളും ഒരു കമാൻഡിന് കീഴിലായ സന്നാഹങ്ങൾ ഏകോപിതമായിരിക്കും. പോരാട്ടത്തിന്റെ കരുത്തും മൂർച്ചയും കൂടും, പ്രതിരോധവും കരുത്തുറ്റതാവും. ദക്ഷിണ മേഖലയിലെ ആകാശ കടൽ സുരക്ഷ കൂടും. യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സന്നാഹങ്ങളും സജ്ജമാകും. 3 സ്റ്റാർ റാങ്കുള്ള വൈസ് അഡ്മിറലായിരിക്കും മേധാവി. തലസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ദക്ഷിണ വ്യോമസേന ആസ്ഥാനം, പാങ്ങോട് കരസേനാ സ്റ്റേഷനുണ്ട്, വിഴിഞ്ഞത്ത് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, മുട്ടത്തറയിൽ BSF CISF യൂണിറ്റ്, പള്ളിപ്പുറത്ത് CRPF, നാവികസേന ഉപകേന്ദ്രവും വരും. തലസ്ഥാനത്ത് നാവികസേനയുടെ ഉപകേന്ദ്രത്തിന് ജൂണിൽ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. വിമാനത്താവളത്തിനടുത്ത് 4 ഏക്കർ സ്ഥലത്താണ് ഇത് വരിക. വിഴിഞ്ഞം തുറമുഖത്ത് നാവികസേനയ്ക്ക് പ്രത്യേക വാർഫും പരിഗണനയിലാണ്. ആഭ്യന്തര വിമാനത്താവളത്തിനടുത്ത് കോസ്റ്റ് ഗാർഡിന്റെ എയർ എൻക്ലേവും വരുന്നുണ്ട്. എന്തായാലും പഴുതടച്ച സുരക്ഷ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും അതുപോലെ ജാഗ്രത ആവശ്യമുള്ള സ്ഥലങ്ങളിലുമൊക്കെ കേന്ദ്രം ഉറപ്പുവരുത്തുകയാണ്. ഇനിയൊരു ആക്രമണം ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഇനി ഇത്തരത്തിലൊരു ആക്രമണം വന്നാൽ അതിനെ കരുതിയിരിക്കുക എന്നുള്ളതാണ് ഇനി രാജ്യത്തിന്റെ നയം. ഒപ്പം ശത്രുവായി മാത്രം കരുതുന്നവരെ അല്ല, മിത്രങ്ങളായി കൂടെ കൂടുന്നവരെയും ഒരു കണ്ണോടെ, ജാഗ്രത നിറഞ്ഞ കണ്ണോടെ നോക്കണം എന്നുള്ള ഒരു പാഠം കൂടിയാണ് കേന്ദ്രത്തിന്റെ ഇത്തരം നീക്കങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.